Hello everyone, my name is സുഹൃൽ തൈക്കാടൻ. എല്ലാവർക്കും മലബാർ റിസോഴ്സ് ഹബിൻ്റെ പുതിയൊരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പോളിടെക്നിക് സ്റ്റുഡൻസിൻ്റെ 21-ാം തീയതി നടക്കാൻ പോകുന്ന കോഴ്സ് സബ്ജക്റ്റ് ആയിട്ടുള്ള ഇൻഡക്ഷൻ മെഷീൻസ് 4033-ൻ്റെ വെരി ഇമ്പോർട്ടൻറ്റ് എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസും ഇതുമായി ബന്ധപ്പെട്ട ആൻസറുകളുമാണ്. അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസുകൾ നോക്കാം. 7 മാർക്കിന് ഒന്നാമത്തെ മൊഡ്യൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചു വരാനുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ഫേസർ ഡയഗ്രാം ഓഫ് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ കണക്റ്റഡ് ടു കപ്പാസിറ്റി ലോഡ്. അതായത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി ലോഡ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഫേസർ ഡയഗ്രാം അല്ലാന്നുണ്ടെങ്കിൽ വെക്ടർ ഡയഗ്രാം വരക്കാനും അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനാണ് ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇൻഡക്റ്റീവ് ലോഡ് ചോദിച്ചിരുന്നു, അതിന് മുന്നത്തെ പ്രാവശ്യം കപ്പാസിറ്റീവ് ലോഡ് ചോദിച്ചിരുന്നു. ഇനി പ്യുവർ റെസിസ്റ്റീവ് ലോഡും എന്ന മെത്തേഡ് ഉണ്ട്. ഇവിടെ മെയിൻലി നമ്മൾ ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നോർമലി എക്സ് ആക്സിസും വൈ ആക്സിസും അതിൽ നോ ലോഡ് കറണ്ട് I1 റിസൾട്ടൻ്റായിട്ട് I1, പിന്നെ അതിൽ നിന്ന് V, E1, E2 ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ പറയുന്നത് എന്ത് നമ്മുടെ ഫേസർ ഡയഗ്രാം വരക്കാനൊക്കെ ഉള്ളത് I2, I1 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം വെക്ടർ ഡയഗ്രാം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. എക്സ്പ്ലനേഷൻ ഞാൻ അതിൻ്റെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടെ നോക്കി ഡൗട്ടുകളൊന്നും ചോദിക്കട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് ഇക്വലൻ്റ് സർക്യൂട്ട്. ഇവിടെ ഡ്രോ ദ ഇക്വലൻ്റ് സർക്യൂട്ട് ഉണ്ടാകും. ഡ്രോ ദ ഇക്വലൻ്റ് സർക്യൂട്ട് റെഫർ ടു പ്രൈമറി ഓർ സെക്കൻഡറി. അഥവാ നമുക്കറിയാം ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ സപ്ലൈ വരുന്ന ഭാഗം, ഇവിടെ നിന്നുണ്ടാകും റെസിസ്റ്റർ ഉണ്ടാകും, ഇൻഡക്ടർ ഉണ്ടാകും. ഇവിടെ നമുക്ക് ട്രാൻസ്ഫോമർ ആക്ഷൻ കൊടുക്കാം. അതേപോലെ ഇവിടെയും ട്രാൻസ്ഫോമർ ആക്ഷൻ, പിന്നെ റെസിസ്റ്റർ, ഇൻഡക്ടർ, ഇങ്ങനെ ലോഡ്. ഇങ്ങനെയാണ് ട്രാൻസ്ഫോമറിൻ്റെ നോർമൽ നമ്മൾ ഇക്വലൻ്റ് സർക്യൂട്ട് വരക്കാറ്. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ റെഫർ ടു പ്രൈമറി അല്ലാന്നുണ്ടെങ്കിൽ റെഫർ ടു സെക്കൻഡറി ആണ്. അപ്പോൾ റെഫർ ടു പ്രൈമറി അല്ലാന്നുണ്ടെങ്കിൽ റെഫർ ടു സെക്കൻഡറി ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്. അഥവാ നമുക്കറിയാം പ്രൈമറിയിലെ റെസിസ്റ്റൻസിനെ R1 എന്നും സെക്കൻഡറിയിലെ റെസിസ്റ്റൻസിനെ R2 എന്നാണ് നമ്മൾ പറയാറ്. അതുപോലെ പ്രൈമറിയിലെ ഇൻഡക്റ്റൻസിനെ X1 എന്നും സെക്കൻഡറിയിലെ ഇൻഡക്റ്റൻസിനെ X2 എന്നാണ് പറയാറ്. അപ്പോൾ റെഫർ ടു പ്രൈമറി എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ എല്ലാം പ്രൈമറി അഥവാ R1-ൻ്റെ ടൈമിലേക്ക് എല്ലാ റെസിസ്റ്റൻസിനെയും മാറ്റണം. അതുപോലെ എല്ലാ ഇൻഡക്റ്റൻസിനെയും X1-ൻ്റെ ടൈമിലേക്ക് മാറ്റണം. ഫോർ എക്സാമ്പിൾ R2 എന്നുള്ളത് എന്തായി മാറും? R2 എന്നുള്ളത് നമ്മൾ എന്താക്കി മാറ്റണം? R2 ഡിവൈഡ് ബൈ K² എന്ന് ചെയ്യുമ്പോൾ അതെന്താ റെഫർ ടു പ്രൈമറിയിലേക്ക് മാറും. ഓക്കെ. അതേപോലെ X2 എന്നുള്ളത് എന്ത് ചെയ്യണം? X2 ഡിവൈഡ് ബൈ K² ചെയ്യുമ്പോൾ അതെന്താ റെഫർ ടു പ്രൈമറിയിലേക്ക് മാറും. പക്ഷേങ്കിൽ R1-നും X1-നും എന്തുണ്ടാകത്തില്ല? മാറ്റം ഉണ്ടാകത്തില്ല. ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ഇനി അടുത്തതാണ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ പെട്ട ഒന്നാണ് ഡിറൈവ് ദ EMF ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ EMF ഇക്വേഷൻ ചോദിക്കാറുണ്ട്. ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊരു വേവ് ഫോം വേണം. അതിനെ ക്വാർട്ടറാക്കിയെടുത്ത് T/4 എന്ന് കാണിക്കണം. ഇത് മാക്സിമം ഫ്ലക്സ് 5M എന്ന് കാണിക്കണം. ഇതിൻ്റെ ടൈം എന്ന് കാണിക്കണം. ഇത്രയാണ് നമ്മൾ വേവ് ഫോമിൽ വരക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഫിഗർ വരക്കണം. N1, N2, E2, E1, V1, ഇത്രയും കാര്യങ്ങളും ഇവിടെ ഫ്ലക്സ് 5M, ഇത്രയും കാര്യങ്ങളും ആ ഡിറൈവേഷൻ മുന്നേ നമ്മൾ കാണിച്ചിരിക്കണം. എന്നിട്ട് ഓരോ ടേമുകൾ എടുത്ത് എഴുതിയതിന് ശേഷമാണ് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ആവറേജ് EMF ആണ് കണ്ടുപിടിക്കുക. ആവറേജ് EMF അതിനെ RMS EMFിലേക്ക് മാറ്റും. അങ്ങനെ RMS കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ട് ഇക്വേഷൻ എത്തത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫൈനൽ ഇക്വേഷൻ വരിക
ഇയോൺ ആണ് നമ്മൾ എടുക്കുന്നത്. ഇൻഡ്യൂസ്ഡ് എം എഫ് ഇയോൺ ആണെങ്കിൽ 4.445 എഫ് ഇൻറ്റു N1. ഇതാണ് എന്ത് ഫൈനൽ ഡിറൈവ് ചെയ്ത് കിട്ടേണ്ട ഇക്വേഷൻ. ഓക്കെ, E2 എന്ന ടൈമിൽ എടുക്കുകയാണെങ്കിൽ എന്താവും, ഇവിടെ E2 ആവും, ഇവിടെ N2 ആവും. ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ഡെറിവേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക, ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ മൊഡ്യൂളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് 3-phase ഇൻഡക്ഷൻ മോട്ടർ. 3-phase ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ. ഇപ്പോൾ കൺസ്ട്രക്ഷൻ പറയുന്ന സമയത്ത് 3-phase ഇൻഡക്ഷൻ മോട്ടറിന് 2 പാർട്ടാണ് മെയിൻ ആയിട്ടുള്ളത്. 2 പാർട്ട്, ഒന്ന് സ്റ്റേറ്റർ, മറ്റൊന്ന് റോട്ടർ. ഓക്കെ, സ്റ്റേറ്റർ ഉണ്ട്, റോട്ടർ ഉണ്ട്. ഈ സ്റ്റേറ്റർ തന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. എന്തുണ്ട്, ഔട്ടർ ഫ്രെയിം ഉണ്ട്, ഔട്ടർ ഫ്രെയിം, അതേപോലെ സ്റ്റേറ്റർ കോറ്, അതേപോലെ സ്റ്റേറ്റർ വൈൻഡിങ്. ഇങ്ങനെ 3 സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഔട്ടർ ഫ്രെയിമിൻ്റെ മെറ്റീരിയൽ ഏതാണ്, ഔട്ടർ ഫ്രെയിം എന്തിനാണ് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റേറ്റർ കോറിൻ്റെ മെറ്റീരിയൽ എന്തിനാണ്, സ്റ്റേറ്റർ കോറിൻ്റെ മെറ്റീരിയൽ ഏതാണ്, എന്തിനാണ് സ്റ്റേറ്റർ കോറ്, എന്താണ് പർപ്പസ്. സ്റ്റേറ്റർ വൈൻഡിങ്ങിൻ്റെ മെറ്റീരിയൽ ഏതാണ്, എന്തിനാണ് സ്റ്റേറ്റർ വൈൻഡിങ്, ഏത് മെത്തേഡാണ് സ്റ്റേറ്റർ വൈൻഡിങ് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇനി റോട്ടറിൽ വരുന്ന സമയത്ത് റോട്ടർ എന്തിനാണ്, ഏതൊക്കെ ടൈപ്പ് റോട്ടറുകളുണ്ട്, 2 ടൈപ്പ് റോട്ടറുണ്ട്. ഒന്ന് സ്ലിപ്പ് റിങ്ങും, മറ്റൊന്ന് സ്ക്വിറൽ ഗേജ്. ഇങ്ങനെ 2 ടൈപ്പ് റോട്ടറുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകതകൾ എന്താണ്, വ്യത്യാസം, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ എന്തായി, നമ്മുടെ 3-phase ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷനായി. ഓക്കെ, ഇനി അതേപോലെ അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഏത് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്റ്റെപ്പ് ടു കൺസ്ട്രക്ട് സർക്കിൾ ഡയഗ്രാം 3-phase ഇൻഡക്ഷൻ മോട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീറ്റ് സ്കെച്ച്. ഞാനിത് നമ്മളെ പേഡ് ഗ്രൂപ്പിലിട്ടിരുന്നു സർക്കിൾ ഡയഗ്രാം എങ്ങനെ വരക്കാമെന്നതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സുകൾ. അപ്പോൾ അത് ആ വീഡിയോയിലുണ്ട്. അതേപോലെ സെപ്പറേറ്റ് ആയിട്ട് ഒരു നമ്മൾ നോർമലി ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ള സ്റ്റെപ്പുകളായിട്ട് തന്നിരുന്നു. ശരിക്കും ധാരാളം 19 സ്റ്റെപ്പുകളുണ്ട്. നമുക്ക് മെയിൻലി ഒരു 11 സ്റ്റെപ്പിലൂടെ എന്ത് ചെയ്യാം, അത് അവസാനിപ്പിക്കും. അപ്പോൾ വരക്കുന്ന സമയത്ത് സർക്കിൾ ഡയഗ്രാം കിട്ടുന്നത് നിങ്ങൾക്കറിയാം. അതിനോട്ടുണ്ടാകും. എന്നിട്ട് അത് വെച്ചിട്ടൊരു ഇവിടെ ഒരു ഡി എന്ന പോയിൻ്റ്, ഒരു സി എന്ന പോയിൻ്റ്, ഇവിടെ ഒരു ബൈസെക്ടറൊക്കെ വരച്ച് നമ്മൾ വരക്കുന്ന ഒരു പവർ, ടോർക്ക് ലൈൻ, പവർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സർക്കിൾ ഡയഗ്രാം വരച്ചിരുന്നു. അതാണ് ഇവിടെ അതിൻ്റെ എങ്ങനെയാണ് വരക്കുക എന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആ വീഡിയോയിലുണ്ടായിരുന്നു. വീഡിയോ ഒന്നുകൂടെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക. സ്വന്തമായിട്ട് പഠിക്കുന്നവർ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 3-phase ഇൻഡക്ഷൻ മോട്ടർ. ടോർക്ക് സ്ലിപ്പ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. 3-phase ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ടോർക്ക് സ്ലിപ്പ് ക്യാരം. അപ്പോൾ പഠിച്ചവരുണ്ടാകും, ഒന്നുകൂടെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ടോർക്ക് സ്ലിപ്പ് ക്യാരം. അപ്പോൾ ഇവിടെ സ്ലിപ്പാണെങ്കിൽ ഇവിടെ എന്താണ് ടോർക്ക്. ഓക്കെ, അപ്പോൾ ഇതിലും കുറേ സ്റ്റെപ്പുകളുണ്ട്, 2-3 മെത്തേഡുകളുണ്ട്. റെസിസ്റ്റൻസ് കൂടുമ്പോൾ അതിൻ്റെ ടോർക്ക് വ്യത്യാസം വരുന്ന മെത്തേഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക, വരച്ച് വെക്കുക. ഓക്കെ, ഇനി ഇതിൽ വരുന്ന 4ാമത്തെ ക്വസ്റ്റ്യനാണ് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ പവർ സ്റ്റേജസ് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പവർ സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതും ഞാൻ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലാസ്റ്റ് അതും ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് എത്രയാണ് 3ാമത്തെ മൊഡ്യൂളിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതേപോലെ ഇവിടെ ധാരാളം പ്രോബ്ലംസ് ന്യൂമറിക്കൽ ചോദിക്കാറുണ്ട് കേട്ടോ. ന്യൂമറിക്കൽ 3ാമത്തെ മൊഡ്യൂളിൽ, 3rd മൊഡ്യൂളിൽ ന്യൂമറിക്കൽ നിർബന്ധമായിട്ടുണ്ടാകും. അങ്ങനെ 10 മാർക്കിന്, അഥവാ ഒരു 3 മാർക്കിൻ്റെ, ഒരു 7 മാർക്കിൻ്റെ, എല്ലാന്നുണ്ടെങ്കിൽ 17 മാർക്കിന്, അഥവാ 2 7 മാർക്കിന് ഓർ ക്വസ്റ്റ്യനായിട്ട് ഒരു 3 മാർക്കിൻ്റെ. ഓക്കെ, ഓർത്ത് വെക്കുക. അതേപോലെ ഒന്നാമത്തെ മൊഡ്യൂളിലും ന്യൂമറിക്കൽ ഉണ്ടാകും. 1ാമത്തെ മൊഡ്യൂളിൽ 14 മാർക്കിന് ന്യൂമറിക്കൽ ഉണ്ടാകും, അഥവാ 2 7 മാർക്കിൻ്റെ ന്യൂമറിക്കൽ വരാം. അല്ലാന്നുണ്ടെങ്കിൽ 21 മാർക്കിന് വരാം, അഥവാ 3 × 7 3 ന്യൂമറിക്കൽ വരാം. ഓറായിട്ടിരിക്കും വരാം, അതായത് 3ാമത്തെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഓർ 4ാമത്തെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ ആവും. അല്ലാന്നുണ്ടെങ്കിൽ 5 ഓർ 6
6 ചിലപ്പം തിയറി ആവാം, 5 ന്യൂമറിക്കലാവും, അങ്ങനെയും വരാം. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക, പഠിക്കട്ടോ. ഇനി നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളിലുള്ള ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം ക്വസ്റ്റ്യൻ. 10 kVA പവറുള്ള ട്രാൻസ്ഫോമർ, അതിൽ പ്രൈമറിയിൽ എന്തുണ്ട് 1100 വോൾട്ടും സെക്കൻഡറിയിൽ 110 വോൾട്ട് ഉണ്ട്. അപ്പോൾ പ്രൈമറി ആണ് പറയാൻ കാരണം, ഇങ്ങനെ ട്രാൻസ്ഫോമറിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആദ്യം വരുന്നത് പ്രൈമറിയും സെക്കൻഡ് വരുന്നത് സെക്കൻഡറിയാണ്. ഓക്കെ, അപ്പോൾ പ്രൈമറിയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1100, സെക്കൻഡറിയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് 110. അപ്പോൾ പ്രൈമറിയിലെ വോൾട്ടേജാണ് ഇവിടെ എന്ത് ഹയസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രൈമറി വോൾട്ടേജ് നമുക്ക് HV സൈഡ് എന്ന് പറയാം, HV സൈഡ്. സെക്കൻഡറിയിൽ നമുക്ക് LV സൈഡ് എന്ന് പറയാം. ഓക്കെ, പിന്നെ പറയുന്നത് 50 ഹെർട്സ് ആണ്. അതേപോലെ ട്രാൻസ്ഫോമറിൻ്റെ എന്തുണ്ട് 500 ടേൺസ് ഉണ്ട് ഇവിടെ, ഹൈ വോൾട്ടേജ് സൈഡ്. ഇവിടെ ഹൈ വോൾട്ടേജ് സൈഡ് ഇതാണ് പ്രൈമറിയാണ്. അപ്പോൾ N1 എന്ന് പറയാം. പ്രൈമറിയിൽ എന്തുണ്ട് 500 ടേൺസ് ഉണ്ട് അല്ല, HV സൈഡിലാണ് 500 ടേൺസ്. ഇവിടെ HV സൈഡ് എന്ന് പറയുന്നത് എന്താണ് പ്രൈമറിയാണ്. അപ്പോൾ അവിടെ നമുക്ക് N1 എന്ന് പറയുന്നത് 500 ടേൺസ് എന്ന് പറയാം. അതേപോലെ തന്നെ ഇഫ് ദ എഫക്റ്റീവ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി ട്രാൻസ്ഫോമർ കോർ ഈസ് 100 cm², അതായത് ട്രാൻസ്ഫോമറിൻ്റെ കോർ ഉണ്ടല്ലോ, കോറിൻ്റെ ഏരിയ എത്രയാണ്, കോറിൻ്റെ ഏരിയ 100 cm² എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് 100 cm² നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാം. അപ്പോൾ 100 cm² മീറ്ററിലേക്ക് മാറ്റും, മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ 100 × 10⁻⁴ m² നോക്കാം. ഓക്കെ, ഇതായിരിക്കും നമ്മൾ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ 3 ക്വസ്റ്റ്യനുകളാണുള്ളത്. എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ടേൺസ് ഓൺ ദി ലോ വോൾട്ടേജ് സൈഡ്. ഇപ്പോൾ HV സൈഡിലെ അഥവാ ഹൈ വോൾട്ടേജ് സൈഡിലെ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. ഇനി ലോ വോൾട്ടേജ് സൈഡ് അഥവാ N2, ലോ വോൾട്ടേജ് സൈഡിലെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ് കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി, ഫ്ലക്സ് ഡെൻസിറ്റിയുടെ മാക്സിമം വാല്യൂ, അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദി ഫുൾ ലോഡ് കറണ്ട്, ഫുൾ ലോഡ് കറണ്ടിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ. ഓക്കെ, അത് എവിടെയൊക്കെ കണ്ടുപിടിക്കും, ലോ വോൾട്ടേജ് സൈഡിലും കണ്ടുപിടിക്കണം, ഹൈ വോൾട്ടേജ് സൈഡിലും കണ്ടുപിടിക്കണം, അഥവാ പ്രൈമറിയിലും കണ്ടുപിടിക്കണം, സെക്കൻഡറിയിലും കണ്ടുപിടിക്കണം എന്ന് പറയുന്നത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യാം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒന്നാമത്തെ മൊഡ്യൂളിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ആൻസറിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഗിവൺ ഡാറ്റകൾ എഴുതാം. ഗിവൺ ഡാറ്റ, അപ്പോൾ ഗിവൺ ഡാറ്റ എഴുതിയിട്ട് എന്ത് ചെയ്യാം, ഗിവൺ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, ഗിവൺ ഡാറ്റ തന്നിട്ട് എന്താണ് പവർ തന്നിട്ടുണ്ട്. പവർ എത്രയാണ് 10 kVA അല്ലേ. അതേപോലെ HV സൈഡിലെ വോൾട്ടേജ് അഥവാ HV സൈഡിലെ വോൾട്ടേജ് അല്ലെങ്കിൽ പ്രൈമറിയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ് 1100 വോൾട്ടാണ്. അതേപോലെ LV സൈഡിലെ വോൾട്ടേജ് അല്ലെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് എത്രയാണ് 110 വോൾട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് N1 അല്ലെങ്കിൽ HV സൈഡിലെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ് 500 ടേൺസ് ആണ്. പിന്നെ തന്നിട്ടുള്ളത് ഫ്രീക്വൻസി F എത്രയാണ് 50 ഹെർട്സ് ആണ്. 50 ഹെർട്സ് ഫ്രീക്വൻസി 50 ഹെർട്സ്. അതേപോലെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, അതേപോലെ ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട്. ക്രോസ് സെക്ഷണൽ ഏരിയ 100 cm² ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും, മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ 100 × 10⁻⁴ m². ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്, ആദ്യത്തെ ക്വസ്റ്റ്യൻ N2 കണ്ടുപിടിക്കണം. N2 എത്രയാണ്, അഥവാ ലോ വോൾട്ടേജ് സൈഡിലെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്. അപ്പോൾ ആദ്യമേ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് N2/N1 എന്ന് പറയുന്നത് K ആണ് അല്ലേ. N1 നമുക്കറിയാം, പക്ഷേ K നമുക്കറിയില്ല. പക്ഷേ കണ്ടുപിടിക്കാനുള്ള വേറൊരു ഇക്വേഷൻ നമുക്കറിയാം, K കണ്ടുപിടിക്കാനുള്ള വേറൊരു ഇക്വേഷൻ V2/V1 ആണ്. V2 V1 നമുക്ക് തന്നിട്ടുണ്ട്, V2 V1 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് K കിട്ടും. K കിട്ടിക്കഴിഞ്ഞാൽ N2 ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, K കണ്ടുപിടിക്കുകയാണ്. ആദ്യം K കണ്ടുപിടിക്കുമ്പോൾ V2/V1 എന്ന് പറയുന്നത് 110/1100. ഇവിടെ കിട്ടുന്ന എത്രയാണ് 0.1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ K 0.1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ K = എന്താണ് N2/N1 ആണ്. അപ്പോൾ ഇവിടെ N2 എത്രയാണ്, N2 നമുക്ക് തന്നിട്ടില്ല, N2 ആണ് കണ്ടുപിടിക്കേണ്ടത്. N1 എത്രയാണ് 500 ആണ്. അപ്പോൾ 0.1 ആണ് K എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിട്ടുണ്ട്, = N2/500. അപ്പോൾ സ്വാഭാവികമായിട്ടും 500 × 0.1 = N2 എത്ര കിട്ടും 50. നമ്പർ ഓഫ് ടേൺസ് എത്ര 50 എന്ന് കിട്ടും. N2ൻ്റെ നമ്പർ ഓഫ് ടേൺസ് 50 എന്ന് കിട്ടി. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അങ്ങനെയാണ് ചെയ്യേണ്ടത്.
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മാക്സിമം ഫ്ലക്സ് കണ്ടുപിടിക്കാനാണ്, ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ അവിടെ നോക്കേണ്ടത് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ബി എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോർമൽ മാക്സിമം ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. EMF ഇക്വേഷൻ 4.44 F ഇൻറ്റു N എന്നാണ് അല്ലേ. അത് പ്രൈമറി സൈഡാകി നോക്കുമ്പോൾ N1 E1 ആവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ടേം എന്ന് പറയുന്നത് ബി ആണ്. മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി BM ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 5M ഡിവൈഡ് ബൈ A ആണെന്ത് BM എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ മാറ്റി എഴുതാം. 5M പകരം എന്ത് ചെയ്യാം? BM ഇൻറ്റു A എന്നിട്ട് കൊടുത്തൂടെ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ മാറ്റി എഴുതും. E1 ഈക്വൽ ടു 4.44 BM A ഇൻറ്റു F ഇൻറ്റു N1. ഇക്വേഷൻ മാറ്റി എഴുതാം. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് അതാണ്. ഈ പ്രോബ്ലത്തിൽ ഫ്ലക്സ് ഡെൻസിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്ലക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യായിരുന്നു. ഫ്ലക്സ് ഡെൻസിറ്റി ആയതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. അത് ഓർത്ത് വെക്കുക, പ്രത്യേകം ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ കൃത്യമായി നോക്കി വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. E1 ഈക്വൽ ടു 4.44 BM A ഇൻറ്റു F ഇൻറ്റു N1. ഇവിടെ E1 ആയിട്ട് ഞാൻ എടുക്കുന്നത് എത്രയാണ്? 1100 വോൾട്ട്. 4.44 BM നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 100 × 10⁻⁴. ഫ്രീക്വൻസി എത്രയായിരുന്നു? 50 Hz. അതേപോലെ നമ്പർ ഓഫ് ടേൺസ് N1 എത്രയായിരുന്നു? 500. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് BM എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1100 ഡിവൈഡഡ് ബൈ 4.44 ഇൻറ്റു 100 × 10⁻⁴ ഇൻറ്റു 50 × 500. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0. വെബർ പെർ മീറ്റർ സ്ക്വയർ. ഫ്ലക്സ് ഡെൻസിറ്റി ആയതുകൊണ്ടാണ് യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ എന്നത്. ഫ്ലക്സ് ഡെൻസിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ടെസ്ല എന്ന് പറയാം. ഫ്ലക്സ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? ഫ്ലക്സ് ആയിരുന്നെങ്കിൽ വെബർ എന്നാണ് പറയാം. വെബർ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കട്ടെ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി ചെയ്ത് നോക്കാം, ഡൗട്ടുകളൊന്നും ചോദിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതിൽ തന്നെ മൂന്നാമത്തെ C എന്ന് പറയുന്ന ക്വസ്റ്റ്യനാണ്. ലോ വോൾട്ടേജ് സൈഡിലെയും ഹൈ വോൾട്ടേജ് സൈഡിലെയും കറണ്ട് കണ്ടുപിടിക്കാൻ. I1 അതേപോലെ I2 എത്രയാണ്? അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ട ഇക്വേഷനാണ്, കറൻറ്റും വോൾട്ടേജും വരുന്ന ഇക്വേഷനാണ് പവർ ഈക്വൽ ടു B × I അല്ലേ. B × I. ട്രാൻസ്ഫോമറിൻ്റെ പവർ പ്രൈമറിയിലും സെക്കൻഡറിയിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ P നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 kVA അഥവാ 10 × 10⁻³ അല്ല സോറി 10 × 10⁻³ VA. ഓക്കെ, ഇതാണ് നമുക്ക് തന്ന ഡാറ്റ. ഇനി നമുക്ക് ഇതിന്ന് എന്ത് ചെയ്യണം? പ്രൈമറിയിലെ കറണ്ട് പവർ P1 എന്ന് എടുക്കുക, പ്രൈമറി വോൾട്ടേജ് V1 എന്ന് എടുക്കുക, പ്രൈമറിയിലെ കറണ്ട് V1 എന്ന് എടുക്കുക, I1 എന്ന് എടുക്കുക. പവർ എപ്പോഴും സെയിം ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? 10 × 10⁻³ എന്ന് കൊടുത്തു പവർ. ഇനി V1 എത്രയാണ്? പ്രൈമറിയിലെ വോൾട്ടേജ് 1100 ആണ്. അവിടുത്തെ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. പ്രൈമറിയിലെ കറണ്ട് കണ്ടുപിടിക്കണം, അറിയത്തില്ല. അപ്പോൾ I1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10 × 10⁻³ ഡിവൈഡ് ബൈ 1100 ചെയ്യാം. ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 9.09 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഇനി സെക്കൻഡറിയിലെ കറണ്ട് അപ്പോൾ P2 എന്ന് എടുക്കുക. V2 I2 P2 എത്രയാണ്? P2 സെയിം × 10⁻³ തന്നെയാണ്. V2 എന്ന് പറയുന്നത് 110 × I2. അപ്പോൾ I2 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? I2 ഈക്വൽ ടു 10 × 10⁻³ ഡിവൈഡ് ബൈ 110 ഈക്വൽ എന്ത് കിട്ടും? 90.9 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ പ്രൈമറിയിലെ കറണ്ട് അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് സൈഡിലെ കറണ്ട് എന്ന് പറയുന്നത് 9.09 ആണ്. സെക്കൻഡറിയിലെ കറണ്ട് ആണെങ്കിൽ
ലോ വോൾട്ടേജ് സൈഡിലെ കറണ്ട് എന്ന് പറയുന്നത് 19.9 എന്നും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോയിരുന്ന ഒന്നാമത്തെ മൊഡ്യൂളിലെ പ്രോബ്ലം. ഒന്ന് നോക്കി വെക്കുക.